ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. പൈപ്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യൂസ് വറക്കിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. പൈപ്ര ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡിൽ താമസിക്കുന്ന ഹരിത കർമ്മസേനാംഗം സരിത ബിജുവിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിളവെപ്പാണ് നടന്നത്. മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഹരിതകർമ്മസേനാംഗത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിളവെപ്പ് ചടങ്ങ് നടന്നു. വർഷങ്ങളായി പൈപ്ര ഗ്രാമപഞ്ചായത്ത് 20ാം വാർഡിൽ താമസിക്കുന്ന സരിത ബിജുവിനും കുടുംബത്തിനുമാണ് പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാറായ വീട്ടിൽ 2 പെൺകുട്ടികളടക്കമാണ് ഹരിതകർമ്മസേനാംഗം സരിത ബിജുവും കുടുംബവും കഴിഞ്ഞു വന്നത്. തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നതിനിടയിലാണ് സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം ഇവർക്ക് അന്യമായി നിന്നത്. പൈപ്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യൂസ് വർക്കിയെ വിവരമറിയിക്കുകയും അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്ന് പ്രദേശവാസിയായ റിട്ടയർഡ് പ്രൊഫസർ PI ഡാനിയലിന്റെ സഹകരണത്തോടെയാണ് സരിതയ്ക്കും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകുവാൻ തീരുമാനമെടുത്തത്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വീടിന്റെ പൂർത്തീകരണം നടത്താനാണ് മാത്യൂസ് വർക്കിയും പ്രവർത്തകരും ലക്ഷ്യമിടുന്നത്. ഈ നാട്ടിലെ തന്നെ റിട്ടയർഡ് പ്രൊഫസറായ PI ഡാനിയൽ സാറ് അദ്ദേഹത്തോട് കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ വീടിൻ്റെ ശോച്യാവസ്ഥയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളുമെല്ലാം പല അവസരങ്ങളായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വീടൊന്ന് വന്ന് കാണാൻ അദ്ദേഹം താല്പര്യപ്പെടുകയും അങ്ങനെ വന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇവർക്ക് എത്രയും വേഗം ഇങ്ങനൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു 5 ലക്ഷം രൂപ അതിലേക്കായി അദ്ദേഹം തരാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് നമ്മളിന്ന് ഈ വീടിൻ്റെ പണികൾ ആരംഭിക്കപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് വളരെ സന്തോഷവാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഗ്രാമപഞ്ചായത്തിലേക്ക് നിരവധി തവണ തിരഞ്ഞെടുക്കപ്പെടാനും ജനപ്രതിനിധി സ്ഥാനം വഹിക്കാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ തവണത്തെ ഈ കാലയളവിൽ 3 വർഷത്തിനുള്ളിൽ ഇത് 4ാമത്തെ വീടിൻ്റെ പണികൾ ആരംഭിക്കുന്നതിന് 3 വീടിൻ്റെ പണികൾ ആരംഭിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു. 4ാമത്തെ വീടിൻ്റെ പണികൾ ആരംഭിക്കുന്ന ഒരു തുടക്കത്തിലാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത്. മാത്യൂസ് വർക്കിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ ഭവനമാണിത്. പൈപ്ര ഗ്രാമപഞ്ചായത്തിലെ 20ാം വാർഡിലെ തേരാപ്പാറ പ്രദേശത്തെ 3 സെന്റ് കോളനിയിലാണ് സരിതയും കുടുംബവും കഴിഞ്ഞു വന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി അടക്കമുള്ള കുടുംബമാണ് സരിതയുടേത്. വീടിന്റെ കട്ടിളവെപ്പ് ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ളവർ പങ്കെടുത്തു. ഇന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ ഇന്നൊരു കഷ്ടാനുപാഴ്ചയിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് പെസഹ വ്യാഴാഴ്ച ദിനത്തിൽ ഇതിലും നല്ലൊരു സൽക്കർമ്മം ചെയ്യാൻ അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കിടപ്പിടമില്ലാത്ത ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ കയറി കിടക്കാൻ വീടില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു വീടിൻ്റെ നിർമ്മാണം ഇന്നും നമ്മൾക്കിവിടെ തുടങ്ങാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൂടി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നിർവഹിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡാനിയൽ സാറിന് അങ്ങനെ ഒരു നല്ല മനസ്സ് തോന്നാനും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾക്ക് മുൻകൈ എടുത്ത് നിൽക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കുമൊക്കെ ആ ഒരു താല്പര്യം അവർ കാണിക്കുകയും രണ്ടും കൂടി ഒന്നിച്ച് വന്നപ്പോൾ ഒരു കുടുംബത്തിന് ഒരു മത്താണിയായി നമുക്കൊരു വീട് നിർമ്മിച്ച് കൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. 680 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൻ പ്ലാക്കുടി, വാർഡ് മെമ്പർ LG റോയ്, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് മാത്യു ഇട്ടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.